ഹലോ കൂട്ടുകാരെ, അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കരുതി എന്ത് രാവിലെ ഉച്ചക്കത്തേക്ക് റെഡി ആക്കും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് കൂണിരുന്ന കാര്യം ഓർത്തത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അത് എടുത്തിട്ട് വന്ന് നമ്മൾ നേരെ അതെല്ലാം കഴുകി വൃത്തിയാക്കി പിന്നെ നമ്മൾ മസാലക്കൂട്ടും കാര്യങ്ങളൊക്കെ ചേർത്ത് അത് കറി വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉള്ളിയും അതുകൂട്ട് തന്നെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് വരട്ടിയെടുത്ത് പിന്നെ ഈ കൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു സമയമായപ്പോഴത്തേനും അതിൻ്റെ അത് മസാലകളൊക്കെ വേഗം ചേർത്തിട്ടുണ്ട്. അപ്പോൾ വേറൊന്നുമില്ല, നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുകൂട്ട് തന്നെ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും മാത്രമേ ഉള്ളൂ. അതത്ര ഇട്ട് നല്ല രീതിയിൽ വരട്ടിയെടുക്കുക. അപ്പം ഇത്രയും വീഡിയോ എടുക്കുന്നതിൻ്റെ ക്ഷീണത്തിന് പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ടാങ്ക് കലക്കി കുടിച്ചത് കേട്ടോ. അങ്ങനെ പിന്നെ ആ സമയമായപ്പോഴത്തേനും നമ്മുടെ കൂണിൻ്റെ ബാക്കി മസാലകളൊക്കെ ആ ഉള്ളിയിലൊക്കെ പിടിച്ചിട്ട് പിന്നെ കൂൺ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. അപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടോ ചോറിൻ്റെ കൂടോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നല്ല ചൂടല്ലേ ഉച്ച സമയമാകുമ്പോഴത്തേന്. അപ്പം വെള്ളം കുടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന സമയത്ത് തന്നെ നമുക്ക് തിള വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചീനിയുടെ കൂടാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ചീനിയും കുറച്ച് കൂൺ കറി അതുകൊണ്ട് തന്നെ കുറച്ച് അച്ചാറും എടുത്താണ് കഴിച്ചത്. അച്ചാറെന്ന് പറയുന്നത് മീനച്ചാറാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പം മൂന്നും കൂടെ നല്ല കോമ്പിനേഷനാണ് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. ചില ആൾക്കാർ ആ ഒരു പാത്രം കാണുമ്പോൾ ചോദിക്കും, ഈ പാത്രത്തിലാണോ കറി വെക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കിട്ടിയ പാത്രത്തിൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റ ബൈ.